അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. സാധാരണ പോലെ 2 ദിവസം കഴിഞ്ഞു പോയി. ഇന്ന് ശനിയാഴ്ച ആയതുകൊണ്ട് തന്നെ ലുബി നേരത്തെ എണീറ്റ് അടുക്കളയിൽ കയറി. കോളേജുള്ള ദിവസങ്ങളിൽ എല്ലാം ആമിനുമ്മയാണ് ഒറ്റയ്ക്ക് അടുക്കളയിൽ ജോലിയൊക്കെ ചെയ്യാറുള്ളത്. ലുബി എത്ര പറഞ്ഞാലും അവൾ അടുക്കളയിലേക്ക് കയറ്റൂല. അതേ, മോൾ പഠിക്കാനുള്ളത് നോക്കിക്കോ, അടുക്കളത്തെ പണിയൊക്കെ ഞാൻ ചെയ്തോളാം. ആമിനുമ്മക്ക് അത് നിർബന്ധമാണ്. അങ്ങനെ വെറും പഠിത്തം എന്നുള്ള മാത്രമേ ജോലിയേ ഉള്ളൂ. ഇപ്പോൾ കാര്യമായിട്ട് അടുക്കളപ്പണിയൊന്നും എടുക്കേണ്ട ആവശ്യമില്ല. ഉമ്മ അങ്ങോട്ട് സമ്മതിക്കൂല. അതെ, വെറും പഠിക്കുക, പഠിച്ച് നല്ല പാസ്സാണ്, നല്ല മാർക്ക് വാങ്ങണം എന്നാണ് ഉമ്മ പറയണത്. ഉമ്മ, നമുക്കിന്ന് പുഡിങ് ഉണ്ടാക്കിയാലോ? പിന്നെ ഹിബക്ക് ഭയങ്കര ഇഷ്ടമാണ് പുഡിങ്, നാത്തൂനെ കൊണ്ട് പറഞ്ഞു. ഇവിടെ നിന്ന് പോയിട്ട് അവൾക്ക് നല്ല ഭക്ഷണമൊന്നും കിട്ടി കാണുന്നുണ്ടാവില്ല. ഹോസ്റ്റലിലെ ജീവിതം എന്നൊക്കെ പറഞ്ഞാൽ അതൊക്കെ ഒരു കഥ അല്ലേ. അത് നമ്മൾ ഭക്ഷണം നമുക്ക് കിട്ടിയെങ്കിൽ കിട്ടി, അതൊക്കെ തന്നെ. അല്ലാതെ വീട്ടിലത്തെ പോലെ കുശാലായൊന്നും കിട്ടൂലല്ലോ. ഇന്നെന്തൊക്കെ തന്നെ ഉമ്മയോട് പറഞ്ഞ് ഉമ്മയോടൊപ്പം അടുക്കളയിൽ ജോലിയിൽ ഏർപ്പെട്ടിരിക്കുന്നു ലുബി. ഇന്ന് ഹിബ വരുന്നുണ്ട്, അതിൻ്റെ സന്തോഷമുണ്ട്. ഹിബ വന്നാൽ നല്ല രസമാണ്. അതെ, നാത്തൂനാണ്, എന്നാലും ഞങ്ങൾ ആദ്യമേ ഫ്രണ്ട്സ് ആയതുകൊണ്ട് തന്നെ ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് ഓളെ. മോളെ, പുഡിങ്ങിനുള്ള പാലേ ഞാൻ ലത്തീഫിനോട് കൊണ്ടുവരാൻ പറഞ്ഞിരിക്കണേ. അങ്ങനെ രണ്ടുപേരും ഒരുമിച്ച് ഓരോ ജോലികളെല്ലാം ചെയ്ത് തീർത്തു. ലത്തീഫിനെയും ഉപ്പയെയും വിളിച്ച് അവർ നാസ്ത കഴിച്ചു. മോനെ, ഇപ്പം ഇറങ്ങിയിട്ടുണ്ടാവും, ഒന്ന് പോയി നോക്ക്. ഉമ്മ, ഞാൻ പോകാം. നാസ്ത കഴിച്ച് പെങ്ങളെ കൊണ്ടുവരാൻ ആങ്ങള പോകുകയാണ്. ഇന്ന് തന്നെ ഹിബൻ്റെ കാര്യത്തിലൊരു തീരുമാനം എടുക്കണം. അതിനാണ് അവളെ ഇന്ന് തന്നെ വീട്ടിലേക്ക് കൊണ്ടുവരുന്നത്. വണ്ടി ഓടിക്കുന്നതിനിടയിൽ ലത്തീഫ് ഓർത്തു. ഹോസ്റ്റലിൽ ചെന്ന് അവളെയും പിക്ക് ചെയ്ത് വീട്ടിലേക്ക് തിരിച്ചു. യാത്രയിൽ ഉടനീളം ഹിബ കലബിൽ സംസാരിക്കുന്നുണ്ട്. പിന്നെ കാക്ക അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞ് അതിനെല്ലാം ലത്തീഫ് മൂളിക്കൊടുത്തു. അതെ, ആ ദിവസങ്ങളിലുണ്ടായ ഓരോ അനുഭവങ്ങളും അവളങ്ങനെ നിൽക്കാതെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നീണ്ട യാത്രയ്ക്ക് ശേഷം അവർ വീട്ടിലെത്തി. കാർ നിർത്തുന്ന മുൻപേ ഹിബ ഡോർ തുറന്ന് പുറത്തേക്കോടി കാളിംഗ് ബെൽ അടിച്ചു. എന്താ ഈ പെണ്ണായി കാണിക്കുന്നത്? നിർത്തുന്നതിന് മുമ്പ് ചാടി ഇറങ്ങാണോ? എന്തെങ്കിലും പറ്റിയാലോ? എന്നാൽ മോൾ അടിക്കുന്ന ബെല്ല് കേൾക്കാൻ കാത്തിരുന്ന ഉപ്പ തന്നെ വന്ന് വാതിൽ തുറന്നു. ഉപ്പാനെ കെട്ടിപ്പിടിച്ചു. ഒരു മുത്തവും കൊടുത്ത് അവൾ ഉള്ളിലേക്കോടി. ആ പോക്ക് ഉപ്പ നോക്കിയെന്നു. ഈ പെണ്ണിൻ്റെ ഒരു കാര്യം. ലത്തീഫ് അവളുടെ ബാഗും മറ്റു സാധനങ്ങളുമെല്ലാം എടുത്തു. ഈ പെണ്ണ് ഒന്നും എടുക്കാതെ തന്നെ കാറിൽ നിന്ന് ഇറങ്ങി ഓടിയത്. സ്വന്തം ബാഗ് വരെ എടുത്തിട്ടില്ല. അതെല്ലാം എടുത്ത് ആങ്ങള അകത്ത് കൊണ്ടുപോയി വെച്ചു. ആമിന, ഹാളിൽ നിന്നും ഉപ്പ അടുക്കളയിൽ നോക്കിക്കൊണ്ട് വിളിച്ചു. ആമിന. ഹിബ ഈ സമയം ഉമ്മച്ചിയോടും ലുബിയോടൊക്കെ ഭയങ്കര സംസാരത്തിലാണ്. ഉപ്പാന്റെ വിളി കേട്ടതും എല്ലാവരും ഹാളിലേക്ക് ചെന്നു. എന്തേ? പരസ്പരം എന്തൊക്കെയോ സംസാരിക്കുന്ന ലത്തീഫിനെയും ഉപ്പയെയും നോക്കിക്കൊണ്ട് ആമിനമ്മ ചോദിച്ചു. എന്തേ നിങ്ങൾ വിളിച്ചത്? നിങ്ങളെല്ലാവരും ഇവിടെ ഇരിക്കി. ലത്തീഫിന് എന്തോന്ന് പറയാണ്ടല്ലോ. ഓൻ എന്ത് പറയാനാ? ഉപ്പച്ചി പറഞ്ഞതും എല്ലാവരുടെയും നോട്ടം ലത്തീഫിലേക്കായി. അതറിഞ്ഞതും ലത്തീഫ് പറയുവാൻ തുടങ്ങി. എന്നാൽ ഈ സമയം അൻസിൽ രാവിലത്തെ ഭക്ഷണമെല്ലാം കഴിച്ച് അവൻ പുറത്തേക്ക് ഇറങ്ങി. മുറ്റത്തിൻ്റെ സൈഡിലായി ഉള്ള ഗാർഡനിലേക്ക് നടന്നു. ലുബി ഉണ്ടെങ്കിൽ ഏതു നേരവും ഓരോ ചെടികളെയും പരിപാലിച്ചു കൊണ്ടിരിക്കും. അവൻ ഓർത്തു. അതെ, പെങ്ങളെ കെട്ടിച്ചു പോയതിന് ശേഷം വല്ലാതെ ചെടികളിലേക്കൊന്നും നോക്കുന്നില്ല. ഒപ്പം അവൻ്റെ കണ്ണുകളിൽ നനവ് പടർന്നു. ഓരോ ചെടികളെയും നോക്കിക്കൊണ്ടവൻ നടന്നു നീങ്ങി. അതെ, എൻ്റെ പ്രിയപ്പെട്ട ലുബി ഇതിനെല്ലാം നനക്കാറുണ്ടായിരുന്നു. ഇപ്പോൾ വല്ലാതെ ശ്രദ്ധയില്ലായിട്ട് ചെടികളുടെ ഭംഗിയെല്ലാം പോയി. അവന് ഏറ്റവും ഇഷ്ടപ്പെട്ട ചെടിയായ പനനീർ ചെടിയുടെ അരികിലെത്തി. അവിടെ ഒരുപാട് പുഷ്പങ്ങൾ നിറഞ്ഞു നിൽക്കുന്നുണ്ടായിരുന്നു. അരുമയായി അവയെ തലോടി. എന്നിട്ട് അവയോട് അവൻ കിന്നാരം പറയാൻ തുടങ്ങി. ഇതെല്ലാം ആസ്യമ്മ അടുക്കളയിലെ ജനാല വഴി കാണുന്നുണ്ടായിരുന്നു. കൈകൾ അടുത്തുള്ള തുണിയിൽ തുടച്ച് ഗ്യാസ് ഓഫ് ചെയ്ത് അവൻ്റെ അടുക്കിലേക്ക് നടന്നു. എന്നാൽ ഈ സമയം ലത്തീഫ് ഉസ്താദ് പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. അതെ, ഹിബക്കൊരു കല്യാണാലോചന വന്നിട്ടുണ്ട്. നല്ല ആളാണ്, എനിക്ക് ചെക്കനെ നല്ലോണം ഇഷ്ടപ്പെട്ടു.
ആൾ ആരാണെന്നറിഞ്ഞാൽ ഉമ്മാക്കും ഉപ്പാക്കും ലുബിക്കൊക്കെ ഇഷ്ടപ്പെടും. അല്ലുപ്പാ, ഹിബനിപ്പോ കെട്ടിക്കുന്നതിനോട് ഉപ്പാന്റെ തീരുമാനം എന്താ? ലത്തീഫ് സംശയത്തോടെ ചോദിച്ചു. ഞാനിത് പറയാനിരിക്കായിരുന്നു. ഹിബ, എന്താ നിന്റെ അഭിപ്രായം? ഹിബ ദയനീയതയോടെ ഉപ്പയെ നോക്കി. അതിനുപ്പയൊന്ന് പുഞ്ചിരിച്ചു. കാരണം ഏതൊരു പെണ്ണിനും കല്യാണം എന്ന് കേൾക്കുമ്പോൾ ഒരു പേടിയാണ്. കാരണം അവൾ സ്നേഹിക്കുന്നവരെല്ലാം വിട്ട് പുതിയൊരു വീട്ടിലേക്ക് പോകുമ്പോൾ ആർക്കായാലും വിഷമം കാണും. ചെക്കനാരാ? ഉമ്മ ലത്തീഫിനോടായി ചോദിച്ചതും ലത്തീഫ് ഒന്ന് ചിരിച്ചു. അതൊക്കെ ഉണ്ടുമ്മ, ഞാൻ പറയാം. വീടെവിടെയാ? ഉപ്പ ചോദിച്ചു. വീടും നാടുമൊക്കെ നിങ്ങളെല്ലാവരും അറിയും. ലത്തീഫ് ഒളികണ്ണാലെ ലുബിനെ നോക്കി. ലുബി ലത്തീഫിനെ തന്നെ ആകാംക്ഷയോടെ നോക്കി നിൽക്കുകയാണ്. പെട്ടെന്ന് അതാ അവൻ പറയുന്നു, അൻസിൽ എന്നാണ് പേര്. ഒരു ലെക്ചറാണ്. പോരാത്തതിനെ എൻ്റെ ഒരേ ഒരു അളിയൻ കൂടിയാണ്. കേട്ടത് വിശ്വസിക്കാൻ ആവാതെ ലുബി ലത്തീഫിനെ മിഴിച്ചു നോക്കി. എന്താ ഇക്കയ്ക്ക് പറയുന്നത്? ഉപ്പച്ചിൻ്റെ കണ്ണുകളും അത് അവനെ തന്നെ നോക്കി. ഉപ്പ, തീരുമാനം പറയേ. എല്ലാവരും ഉപ്പാൻ്റെ മുഖത്തേക്ക് നോക്കി. പതിവിലും വിപരീതമായി അവിടെ ഗൗരവമാണ് കണ്ടത്. അത് കണ്ടത് ലത്തീഫിൻ്റെ മുഖം ചുളിഞ്ഞു. ഉപ്പ, ലത്തീഫ് വിളിച്ചതും ഉപ്പ കൈകൾ ഉയർത്തി തടഞ്ഞു. ആ, അവരോടെ നാളെ വരാൻ പറയേ. ഉപ്പച്ചി കണ്ണിറുക്കിക്കൊണ്ട് പറഞ്ഞു. പഠിച്ചോനെ, ഒരു നിമിഷം എന്തൊക്കെയോ വിചാരിച്ചു പോയി. ഉപ്പാക്ക് ഇഷ്ടമില്ലേ എന്നൊക്കെ. അത് കേട്ടത് ലുബിൻ്റെ കണ്ണുകൾ വിടർന്നു. ആരെയോ മയക്കുന്ന പുഞ്ചിരി അവളുടെ ചൊടിയിൽ വിരിഞ്ഞു. അങ്ങനെ അതാ ഉപ്പാക്ക് ഇഷ്ടമായി അൻസിലിനെ. അതെ, തൻ്റെ മോളെ അൻസിലിനെ കൊണ്ട് കെട്ടിക്കുക എന്നുള്ളത് ഉപ്പാക്ക് വളരെയധികം ഇഷ്ടമായി. എന്നാൽ ഈ സമയം അൻസിലിൻ്റെ വീട്ടിൽ എന്തെൻ്റെ കുട്ടിക്ക് റബ്ബേ തലക്ക് എന്തെങ്കിലും പറ്റിയോ? ആസിമ്മ കളിയാക്കിക്കൊണ്ട് ചോദിച്ചു. അൻസിൽ തലതിരിച്ച് ഉമ്മാനെ നോക്കി ചിരിച്ചു. എന്തുമ്മ? മതി അതിനോട് കിന്നാരം പറഞ്ഞത്. ഓനിപ്പോൾ കുറേ നേരെ റോസാപ്പൂവിനോട് കിന്നാരം പറഞ്ഞ് നിൽക്കണ്. മതി, ഇനി ബാക്കി എന്നോട് പറഞ്ഞോ? ആസ്യമ്മ കളിയാക്കി. അതിനുമ്മ ഞാനൊന്നും പറഞ്ഞില്ലല്ലോ. ഈ വെള്ള പനീർ പൂക്കൾക്ക് എന്ത് വാസനയാണല്ലമ്മ. എത്ര മനോഹരമാണിത് കാണാൻ. അത് ഞാൻ ആസ്വദിക്കുകയായിരുന്നു. ആസ്യമ്മ അവനെ അടിമുടി ഒന്ന് നോക്കിക്കൊണ്ട് എന്തോ പറയാൻ വന്നതും അവൻ്റെ ഫോണ് വെല്ലടിച്ചു. ലത്തീഫ് എന്ന് കണ്ടതും അവൻ്റെ നെഞ്ചെടുപ്പ് ക്രമാതീതമായി വർദ്ധിച്ചു. റബ്ബേ പഠിച്ചവനെ, ഞാൻ അളിയനോട് പറഞ്ഞിരുന്നു. വിറക്കുന്ന കൈകളോടെ അവൻ ഫോൺ ചെവിയോട് ചേർത്തു. അവനിൽ പല പല ഭാവങ്ങൾ മിന്നിമറഞ്ഞു. ഒടുവിൽ അത് ഒരു പുഞ്ചിരിയിൽ അൽഹംദുലില്ലാ എന്ന് പറഞ്ഞ് അവസാനിച്ചു. ഫോൺ കട്ടാക്കി. അവൻ റൂമിലേക്ക് ഓടി. ആസ്യമ്മ എന്താ സംഭവിച്ചെന്നറിയാതെ കുറച്ചു നേരം അങ്ങനെ നിന്നു. പിന്നെ അവൻ്റെ റൂമിലേക്ക് ആസ്യമ്മ നടന്നു. മോനെ, എന്താടാ? റൂമിൻ്റെ ഡോർ തുറന്നതും ആസ്യമ്മ കാണുന്നത് നിസ്കാരപ്പായ മടക്കി അടുത്ത കസാരയിൽ വെക്കുന്നവനെയാണ്. ആസ്യമ്മ റൂമിലേക്ക് കയറിയതും അവനൊന്ന് ചിരിച്ചു. അതെ ഉമ്മാ, നാളെ നമുക്ക് ഒരിടം വരെ ഒന്ന് പോണട്ടോ. ഉമ്മാക്ക് പറ്റിയ ഒരു മരുമോളെ കിട്ടിക്കണ്. ഒരു കുസൃതി ശരിയാലെ അവൻ പറഞ്ഞു നിർത്തി. ആണോടാ? സത്യമായിട്ടും? ഞാൻ അങ്ങനെ വിചാരിക്കായിരുന്നു. റബ്ബേ, ഈ കുട്ടിൻ്റെ സമ്മതിക്കാത്ത കല്യാണത്തിനെന്ന്. ആ ഉമ്മ. അങ്ങനെ അത് പിറ്റേന്ന് തന്നെ അൻസിലും ഉമ്മയും പെണ്ണ് കാണാൻ വേണ്ടി പുറപ്പെടുന്നു. കോളിംഗ് ബെല്ല് അമർത്താൻ നിന്നപ്പോഴേക്കും ലത്തീഫ് വാതിൽ തുറന്നു. അല്ലാ, ആരിത്? അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം. പഠിച്ചോ, ഞങ്ങൾ അങ്ങോട്ടാണ് ചെല്ലേണ്ടത്. ഫസ്റ്റ് കണ്ടപ്പോഴേ അതിനെന്താ? അൻസിലും ഉമ്മയും ഒരു ചിരിയോടെ അകത്തേക്ക് കയറി. അൻസിൽ ഇന്നലെ തന്നെ എല്ലാ കാര്യവും ഉമ്മാനോട് പറഞ്ഞത് കൊണ്ട് തന്നെ ഉമ്മാക്ക് അത്ര വലിയ ഞെട്ടലൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ലുബി ഇവിടെ? ലുബി മോളിലാണ്. ആള് പിണക്കത്തിലാ. ഓളോട് ആരും ഒന്നും പറഞ്ഞില്ലാന്നോ? അങ്ങനെ ഒരു കല്യാണത്തിനെ കുറിച്ച് എന്നോട് മിണ്ടിയില്ലാന്നോ? അതൊക്കെ പറഞ്ഞ് രാത്രി തുടങ്ങിയ പരിഭവം പറിച്ചില്ല. ലുബിയെ അവിടെയൊക്കെ നോക്കി ലത്തീഫ്. ഇല്ല, അവൾ ഇറങ്ങി വന്നിട്ടില്ല. മുകളിൽ തന്നോട് പിണങ്ങി നിൽക്കണ്. യാ റബ്ബേ. അൻസിൽ തലയിൽ കൈവച്ചുകൊണ്ട് പറഞ്ഞു പോയി. അളിയ പെങ്ങളെ കണ്ടിട്ട് വാ, ഓളെ പിണക്കം മാറ്റ്. അൻസിലിൻ്റെ തോളിൽ തട്ടിക്കൊണ്ട് പറഞ്ഞ്. അതെ, ആങ്ങളെ തന്നെ പോയാൽ മതി പെങ്ങളെ പിണക്കം മാറ്റാൻ. നീ പോയി നോക്ക്. അങ്ങനെ അതാ അൻസില് മുകളിലത്തെ റൂമിലേക്ക് കടക്കുന്നു. തൻ്റെ പൊന്നു പെങ്ങളുടെ പിണക്കം മാറ്റണം. അല്ലാ, റൂമിൻ്റെ വാതിൽ
പതുക്കെ മുട്ടിക്കൊണ്ട്. മോളൂ, ഇക്കാൻ്റെ കുട്ടിയെ, ഇക്കാൻ്റെ കുട്ടി ഇവിടെ? അൻസിൽ ലുബിൻ്റെ അടുത്ത് ചെന്ന് മൃദുവായി വിളിച്ചു. പെണ്ണ് ആദ്യം ഒന്ന് ഞെട്ടി, എങ്കിലും വേഗം മുഖം തിരിച്ചു. എന്താ കുഞ്ഞാ? അൻസിൽ തോളിലൂടെ കൈയിട്ട് ചേർത്ത് പിടിച്ചുകൊണ്ട് അവളെ വിളിച്ചു. പെണ്ണൊന്നും കൂടി മുഖം വീർപ്പിച്ചു. എന്താ പെണ്ണെ, ഇപ്രാവശ്യം ഇത്ര കടുപ്പത്തിലാണ് വിളിച്ചതെങ്കിലും ഇതൊക്കെ എത്ര കണ്ടതാ എന്നുള്ള ഭാവത്തിൽ അവളിരുന്ന്. സോറിടി, ഞാൻ പറയണമെന്ന് വിചാരിച്ചു. പിന്നെ അതൊക്കെ പെട്ടെന്നായിരുന്നു മോളെ. ഇക്ക എന്നാലും എന്നോടൊരു വാക്ക് മിണ്ടാതെ ഞാൻ എല്ലാം സെറ്റായിട്ട് പറയണമെന്ന് വിചാരിച്ചേ. പിന്നെ നടക്കൂല ഒന്നും ഉറപ്പില്ലായിരുന്നു. പിന്നെ ഇപ്പം ഞാൻ എന്താ മോളെ പറയാം, ആരോടും പറഞ്ഞിട്ടില്ലായിരുന്നു. ആയിക്കോട്ടെ, എന്നാലും ഇത്രയൊന്നും വേണ്ടില്ലായിരുന്നു. അതിനെന്താ വേണം, ഒന്നും നടന്നില്ലല്ലോ. ഇപ്പം അത് കാണാൻ വരുന്നത് ഞങ്ങൾ. ഹിബയുടെ ഗ്ലാസ്സിലേക്ക് ചായ ഒഴിക്കുന്ന ആമിനമ്മയുടെ ആസ്യമ്മ ചോദിച്ചു. ഓൾ റൂമിലുണ്ട്, ഓൾക്ക് ഭയങ്കര മടി. ആമിനമ്മ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. ആ, എന്നാൽ ഞാൻ ഓളെ കണ്ടിട്ട് വരാം. മുകളിലേക്ക് പോയവൻ ഇപ്പോൾ ഒന്നും വരും തോന്നില്ല. ആസ്യമ്മ ഹിബൻ്റെ റൂമിലേക്ക് നടന്നു. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം. പെട്ടെന്ന് ആസ്യമ്മാനെ കണ്ടപ്പോൾ ഓളൊന്ന് ഞെട്ടി. എങ്കിലും അവൾ പുഞ്ചിരിയോടെ സലാം അടക്കി. മോൾക്ക് പുറത്തേക്ക് വരാൻ നാണാണെന്ന് എന്നൊക്കെ കേട്ടല്ലോ, ശരിയാണോ? ആസ്യമ്മ അവളെ കളിയാക്കിക്കൊണ്ട് ചോദിച്ചു. അതിനവൾ പുഞ്ചിരിക്കല്ലാതെ മറുപടിയൊന്നും പറഞ്ഞില്ല. ഓളെ പിണക്കൊക്കെ മാറിയോ? തോളോട് തോൾ ചേർന്ന് നടന്നു വരുന്ന അൻസിലിനെയും ലുബിയെയും നോക്കിക്കൊണ്ട് ഉപ്പ ചോദിച്ചു. അപ്പം നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം അല്ലേ? ഉപ്പ അൻസിലിനോടായി ചോദിച്ചു. മറുപടി എന്നോണം അവൻ തലയാട്ടി. ആ, എന്നാൽ നമുക്ക്. അവർ പറയുന്നതിനിടയിൽ ഒട്ടും വൈകാതെ തന്നെ ഹിബാദ ചായയുമായി എത്തിയിരിക്കുന്നു. പെണ്ണിനും ചെക്കനും എന്തെങ്കിലുമൊക്കെ സംസാരിക്കാനുണ്ടാവും. ഹിബ, അതാ അൻസിലിനെയും കൂട്ടി ആ റൂമിലേക്ക് ചെല്ല്. ഉപ്പ പറഞ്ഞതും അൻസിൽ എണീറ്റ് ഹിബയുടെ കൂടെ പോകാൻ നിന്നതും ലുബി അവൻ്റെ കയ്യിൽ തൂങ്ങി. എന്തേ? സംശയത്തോടെ അൻസിൽ ചോദിച്ചു. ഞാനുണ്ട്, നിഷ്കളങ്കതയോടെ അവൾ പറഞ്ഞു. എന്നിട്ട് അൻസിൻ്റെ കയ്യിൽ പിടിച്ചു. ആകെ കിളിപോയ പോലെ അൻസിൽ അവളോട് ചോദിച്ചു. അയ്യേ എൻ്റെ പെണ്ണേ, എന്താ നീ പറയുന്നത്? ആ ഉപ്പ, ഇവർ രണ്ടുപേരും അന്യരല്ലേ? അപ്പോൾ ഇവർ രണ്ടുപേരെയും ഒറ്റയ്ക്ക് ഒരു റൂമിലാക്കാൻ പറ്റൂലല്ലോ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ലുബി ഉപ്പോനോടായി പറഞ്ഞു. ഇല്ല മോളെ, അത് പറ്റൊന്നുമില്ല, മോള് കൂടെ ചെല്ലേ. ഉപ്പ അത് പറഞ്ഞുകൊണ്ട് ചിരിച്ചു. ലുബി അൻസിലിനെ നോക്കി. അനക്ക് ഇത്ര അറിവൊക്കെ ഉണ്ട് പെണ്ണെ? അവൻ അവളെ നോക്കി. ഓ, ഭയങ്കര ദീനിയായ പെണ്ണയക്കണ്. ഒരു അന്യപുരുഷനും സ്ത്രീയും ഒരുമിച്ചാലേ ഒറ്റകാൻ പറ്റൂല എന്നൊക്കെ അറിഞ്ഞുകൊണ്ടായിരിക്കും. അങ്ങനെ അതാ പെണ്ണ് കാണുവാൻ വേണ്ടി സംസാരിക്കുവാൻ വേണ്ടി പെങ്ങളും ആങ്ങളെയും കൂടിയാണ് റൂമിലേക്ക് കയറിയത്. ലുബി കൂടെ ഉണ്ടായതുകൊണ്ട് കാര്യമായിട്ട് സംസാരിക്കാനൊന്നും പറ്റിയില്ല. രണ്ടുപേരുടെയും പരിങ്ങൽ കണ്ട് അവൾ ചിരിച്ചു. എന്താ ഇതിലിപ്പോൾ ഇത്ര കാണാൻ മാത്രം? നിങ്ങൾ അറിയണല്ലേ, പിന്നെ ഇപ്പം എന്താ? ഉപ്പ ഹിബയോട് തീരുമാനം ചോദിച്ചു. മോൾക്ക് എന്തെങ്കിലും? പെണ്ണ് നാണത്തോടെ മിഴികൾ താഴ്ത്തി പുഞ്ചിരിച്ചു. അപ്പം തന്നെ മനസ്സിലായി അവർക്ക് രണ്ടുപേർക്കും പൂർണ്ണ സമ്മതമാണെന്ന് എല്ലാവർക്കും മനസ്സിലായി. അതുകൊണ്ട് തന്നെ അവരുടെ കല്യാണ ഡേറ്റ് പെട്ടെന്ന് അങ്ങോട്ട് ഫിക്സാക്കി. അടുത്ത മാസം 21-നാണ് കേട്ടോ ഡേറ്റ്. ഇനിയിപ്പോൾ എന്താ, അന്വേഷണവും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. അങ്ങോട്ടും ഇങ്ങോട്ടും അറിയണ ഫാമിലിനല്ലേ. ഉച്ചഭക്ഷണത്തിന് ശേഷം അൻസിലും ആസ്യമ്മയും തിരികെ പോയി. എന്താ തിരിയുന്നേ? ലത്തീഫ് റൂമിലേക്ക് വന്നതും എന്തോ തിരിയുന്ന ലുബിയെയാണ് കണ്ടത്. ആ, അത് അവൾ തപ്പിത്തടയാൻ തുടങ്ങിയതും ലത്തീഫ് നെറ്റി ചുളിച്ചവളെ നോക്കി. ഇങ്ങളുടെ ഒരു ഡയറി ഇല്ലേ, പച്ചക്കുബിയുടെ ചിത്രം വരച്ചിട്ടുള്ളത്? അത് കാണാനല്ല. അതൊക്കെ എൻ്റെ അടുത്തുണ്ട് പെണ്ണെ. അല്ല, എന്തായി? നിൻ്റെ ആങ്ങളയുടെ കല്യാണത്തിനെ കുറിച്ച് നീ എന്താ ഒന്നും കാര്യമായിട്ട് പറയാത്തത്? നിങ്ങൾ തമ്മിൽ നാത്തൂമാരും വീണ്ടും നാത്തൂമാരാകാൻ പോവാണല്ലേ? ഇക്ക, എനിക്കിഷ്ടമായിരുന്നല്ലോ ആദ്യം തന്നെ ഹിബനെ. പിന്നെ എൻ്റെ ഇക്കാക്ക് പറ്റിയ പെണ്ണ് തന്നെയാണ് ഓള്, എനിക്കതിലൊരു സംശയവുമില്ല. ലുബിയുടെ വാക്ക് കേട്ട് ഉസ്താദ് പുഞ്ചിരിച്ചു. ഇൻഷാ അല്ലാ, അള്ളാഹു ഹൈറാക്കട്ടെ. ഇൻഷാ അല്ലാ, നമുക്കിതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.